ആശിഷ MP. ഞാൻ 2024-25 RRB ക്ലർക്കാണ്. ഞാനൊരു മാത്തമാറ്റിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. 2022 ഞാൻ ബാങ്ക് എക്സാം കോച്ചിങ് തുടങ്ങുന്നത്. കോമ്പസ് അക്കാഡമിയിലാണ് ഞാൻ കോച്ചിങ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് 2023 ഞാൻ എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സാംസ് അപ്പിയർ ചെയ്യുന്നത്. അതിൽ തന്നെ അവസാനത്തെ IBPS PO മെയിൻസ് ജസ്റ്റ് എനിക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് മെയിൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പ്രിലിംസിൻ്റെ കാര്യങ്ങളിൽ റീസണിങ്ങും ക്വാണ്ടും ഇംഗ്ലീഷും തന്നെ ഏകദേശം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായി. പക്ഷേ മെയിൻസിൻ്റെ കാര്യം എത്തിയപ്പോൾ ആ ഫസ്റ്റ് മെയിൻസ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് ബാങ്കിങ്ങിനെ കുറിച്ച് മൊത്തത്തിലൊരു ക്ലിയർ ഐഡിയ തന്നത്. എനിക്ക് മനസ്സിലായി എൻ്റെ ക്വാണ്ട് ആണെങ്കിലും എൻ്റെ GK നോളജ് ആണെന്നുണ്ടെങ്കിലും വളരെ ലാക്കിംഗ് ആണ്. അതിൽ ഞാൻ കുറേ അധികം ഇമ്പ്രൂവ് ചെയ്താലാണ് എനിക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തുള്ളൂ എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്കുണ്ടായി. അപ്പോൾ ക്വാണ്ട് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് ഇവിടുത്തെ മെറ്റീരിയൽസാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഇവിടെ പിന്നെ മെയിൻസ് ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ മെയിൻസ് കോച്ചിങ് മിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിൽ വെച്ച് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലെവല് മനസ്സിലാവും. അത് നമ്മൾ എക്സാം ഹാളിൽ അത് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ ക്ലാസ്സിൽ തന്നെ അത് ഫേസ് ചെയ്യാനും അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓൾസോ മിസ് ഇവിടെ കുറേ ഷോർട്ട് കട്ട്സ് ഡിസ്കസ് ചെയ്ത് തരും. സോ ഷോർട്ട് കട്ടായിട്ട് ഇതെങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് ഇതെങ്ങനെ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും, സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കുറേ ഐഡിയാസ് മിസ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എൻ്റെ വീക്ക് ഏരിയ GK ആയിരുന്നു. GK പഠിക്കാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കമ്പൈൻ സ്റ്റഡിയാണ്. കമ്പൈൻ സ്റ്റഡി ചെയ്യാനും പഠിച്ച കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് റിവൈസ് ചെയ്യാനും പറ്റിയൊരു സൗഹൃദ ബന്ധം എനിക്കിവിടെ ഉണ്ടായി. അപ്പോൾ അതിലിരുന്ന് സംസാരിച്ചും ഡിസ്കസ് ചെയ്ത് പഠിച്ചാണ് ഞാൻ എൻ്റെ GK ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇവിടെ സാറ് ഹിന്ദു എഡിറ്റോറിയൽ ഡിസ്കഷൻസ് നടത്താറുണ്ട്. ഹിന്ദു എഡിറ്റോറിയൽ ഡിസ്കഷൻസിൽ പങ്കെടുക്കുമ്പോഴും ഹിന്ദു പേപ്പർ ഡെയിലി വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആനുകാലികമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അത് എന്നെ കുറേയൊക്കെ ജനറൽ നോളജും കറണ്ട് അഫെയർസിലും അപ്ഡേറ്റഡ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്തു. എക്സാംസിന് പോകുന്നതിൻ്റെ തലേദിവസവും എക്സാമിൻ്റെ ഓൺ ദ വേ ഒക്കെ ഞാനും കൂട്ടുകാരും കൂടി GK ഡിസ്കസ് ചെയ്ത് പഠിക്കുമായിരുന്നു. അത് എല്ലാം ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനും റീഫ്രഷ് ചെയ്തെടുക്കാനും പിന്നെ പിറ്റേ ദിവസം ഈ ക്വസ്റ്റ്യൻസൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിലൊരു എന്തൊക്കെയോ അച്ചീവ് ചെയ്തൊരു സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ GKയും ഡീൽ ചെയ്തെടുത്തത്. അതിന് പറ്റിയൊരു സ്പേസ് ഈ കോമ്പസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതിൽ ഞാൻ വളരെ നന്ദിയോടുകൂടി അത് ഓർത്തിരിക്കുകയാണ്. പിന്നെ റീസണിങ് ഇവിടെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടാണ് റീസണിങ് സൊല്യൂഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് പഠിപ്പിക്കുന്നത്. പുതിയ ഷോർട്ട് കട്ട്സ് അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതും നമ്മൾ റീസണിങ് ഒരു പസിൽ സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം നല്ല രീതിയിൽ കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കോമ്പസിൽ എന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടുത്തെ ലൈബ്രറിയാണ്. ഇവിടെ തന്നെ പഠിച്ച് പാസ് ഔട്ടായി പോയ കുട്ടികളാണ് ഇവിടുത്തെ ലൈബ്രറി ബുക്സ് കൊടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് വായിക്കുന്ന ഒരാൾക്ക് ഇനിയും കൂടുതൽ വായിക്കാനും വായിക്കുന്ന ശീലം ഇല്ലാത്ത ഒരാൾക്ക് അത് തുടങ്ങാനും പറ്റിയ ബെസ്റ്റ് പ്ലേസ് കോമ്പസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബുക്സും തന്നെ ആർക്കും വായിക്കാവുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒരു സ്പെക്ട്രത്തിൽ വായിച്ച് തുടങ്ങി ഒരു ലെവൽ വരെ എത്താൻ പറ്റുന്ന എല്ലാ ബുക്സും ഇവിടെയുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ ബാങ്ക് എക്സാം ടാക്കിൾ ചെയ്യാനായിട്ട് കോമ്പസ് അക്കാഡമി ചൂസ് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്. ഇതെൻ്റെ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് എല്ലാവർക്കും തന്നെ ഇതൊരു ഗുഡ് ചോയ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.